അധ്യായം വ്യാസൻ പറഞ്ഞു, തക്ക കാലത്ത് വസുദേവരുമായി ചേർന്നു ദേവകി ധരിച്ചു വിധിപോൽ ഗർഭം ദേവമാരീ സമാനയായി. മാസം 10 തികഞ്ഞപ്പോൾ ആദ്യമായി പെറ്റു ദേവകി. രൂപാവയവ സമ്പന്നൻ അഴകാണ്ടൊരു പുത്രനെ പ്രതിജ്ഞയോർത്തും പാവിത്വത്താലും ആ നഗതുന്തുഭീ. ദേവമാതാവായ തന്റെ പത്നിയോടോതി സത്യവാൻ, അർപ്പിക്കാം എൻ മക്കളെ എന്നുള്ള ശപഥത്തിനാൽ മോചിപ്പിച്ചേ നിന്നെ ഞാൻ എന്നോർപ്പതില്ലേ വരോരു നീ. അതിനാൽ വാർക്കുഴലി കുഞ്ഞിനെ കൊന്നുകൊള്ളുവാൻ ദുഷ്ടൻ കംസന് നൽകുന്നേ വിധിയോടൊന്നു കാട്ടുവാൻ. വിചിത്രകർമ്മഭാഗത്തെ മൂടന്മാർ എന്തറിഞ്ഞിട കാലത്തിൻ കെട്ടിടപ്പെട്ട ജീവജാലങ്ങളൊക്കെയും ശുഭാശുഭ സുകർമ്മത്തെ ഭുജിച്ച് മതിയായി വരൂ. പ്രാണരബ്ദം സർവജീവിക്കും ദൈവകൽപിതം എപ്പോഴും. ദേവൻ പറഞ്ഞു, സ്വാമിൻ ഭോക്തവ്യമാ പൂർവകർമ്മത്തിന്റെ ഫലങ്ങളും ശയിക്കുന്നില്ലയോ? തീർത്ഥ തപോദാനങ്ങളാൽ ഭൂമി മുൻ ചെയ്ത പാപങ്ങൾ പോക്കാൻ പ്രായച്ചിത്തക്രമങ്ങളെ മഹാന്മാർ ധർമ്മശാസ്ത്രത്തിൽ എഴുതിയിട്ടില്ലയോ പ്രഭോ? സ്വർണം കട്ടോർ ബ്രഹ്മഭാവ് മദ്യപൻ ഗുരുകൽപകൻ ഇവരും ശുദ്ധരാമല്ലോ. ദ്വാദശാബ്ദ വ്രതങ്ങളാൽ മനുതൊട്ടോർ വിധിച്ചോരാ പ്രായച്ചിത്തങ്ങൾ വേണ്ടപ്പോൾ ചെയ്താൽ നരൻ പാപമുക്തൻ ആമവില്ലെന്നോ മഹാശയ്യ. യാജ്ഞവൽക്യാദി മുനിമർ ധർമ്മശാസ്ത്രം ചമച്ചവർ സത്യം കണ്ടോർ വെറും പൊള്ള വാക്ക് ഉച്ചരിച്ചിടുമോ വിഭൂ? വരും വരാനുള്ളത് എന്നാണ് ഉറപ്പെങ്കിലും ഉരച്ചിട വ്യക്തമല്ലേ മന്ത്രവാദം വൈദ്യം തൊട്ടവയൊക്കെയും ഇതുപോലെ വരും മൂലം വരാനുള്ളത് ശേഷവും എന്നാണെങ്കിൽ വ്യർത്ഥമല്ലോ എന്നവും കർമ്മജാലവും. സ്വർഗാപ്തി കൈവരുത്തുന്നോരഗ്നിഷ്ടോമാദി യജ്ഞവും വ്യർത്ഥമങ്ങൾ പ്രമാണങ്ങളെല്ലാം വെറുതെയായി വരും. പ്രമാണം കള്ളമാകുമ്പോൾ ധർമ്മനാശവും എത്തിടും. പ്രത്യക്ഷമല്ലീ യത്നത്താൽ കാര്യസിദ്ധി വരുന്നതും അതിനാൽ മകനാം എൻ കുഞ്ഞിന് സൗഖ്യം വരുമ്പടി ഉപായം വല്ലതും ചിത്തം കൊണ്ടു കൽപ്പിച്ചു ചെയ്യണം. നന്മ ഇച്ഛിക്കുവോ കള്ളം തന്നെ ഓതുന്നുവെങ്കിലും വിദ്വജ്ജനം കളിക്കുന്നു. ദോഷമില്ലേതുമെന്ന തായേ. വസുദേവൻ പറഞ്ഞു, മഹാഭാഗ്യേ കേട്ടുകൊള്ളുക സത്യം നിന്നോടുറക്കുവൻ. ഉദ്യമം ചെയ്താൻ വേണം ഫലം നീവെച്ച പോൽ വരും ജീവികൾക്ക് പ്രപഞ്ചത്തിൽ മൂവിധം കർമ്മമെന്നതായി പുരാവിത്തുക്കൾ ഓതുന്നു. പുരാണ നിഗമാദിയിൽ മുമ്പുള്ളത് ഇപ്പോഴുള്ളൊന്നും വരാനുള്ളതും ഇങ്ങനെ. മൂവിലെന്താ കർമ്മജാലം ദേഹികൾക്ക് സുമധ്യമേ. പല ജന്മങ്ങളിലുമായി നല്ലതോ ചീത്തയോ തരം ചെയ്ത കർമ്മങ്ങൾ അവനിൽ വർദ്ധിപ്പോ. ബീജരൂപമായി പൂർവദേഹം വിട്ടു ജീവൻ കർമ്മത്തിൽ വശവർത്തിയായി കർമാനുരൂപം പ്രാപിപ്പോ. സ്വർഗമോ നിറയങ്ങളോ യാതനാദേഹമോ ദിവ്യദേഹമോ കൊണ്ടുകൊണ്ട് അവൻ ഭുജിപ്പൂ നരസ്വർഗഭോഗങ്ങളെ യഥാക്രമം. ഭോഗാന്തത്തിങ്കൽ 10 കാലവും വന്നു ചേർന്നിടും ലിംഗദേഹം സ്വീകരിച്ചു ജീവൻ ഭിന്ന ജനിക്കയായി. സഞ്ചിതം
കർമ്മജാലത്തിൽ നിന്നും പക്വങ്ങളായവ പ്രാകൃതത്തോട് ഇണക്കുന്നിത് അക്കാലം അഖിലേശ്വരൻ ഏവം ദേഹം പൂണ്ട് നന്മതിന്മയാം വർത്തമാനവും പ്രാരബ്ധങ്ങളെയും ജീവൻ ഭുജിച്ചേ തീരൂ സുന്ദരീ. പ്രായശ്ചിത്തം വേണ്ട പോലെ ചെയ്താൽ സഞ്ചിത കർമ്മവും വർത്തമാനങ്ങളും ഭദ്രേ നശിപ്പിക്കാൻ എളുപ്പം.